ഹായ് ഓൾ വെൽക്കം ടു ഹാപ്പി അവേഴ്സ്. ഇന്ന് ചിക്കന്റെ ലെഗ് പീസ് കൊണ്ട് ഒരു അടിപൊളി സ്നാക്സ് ആണ് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഇത് വളരെയധികം ഇഷ്ടാവുവേ. അപ്പൊ എങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ഇവിടെ 6-7 ചിക്കന്റെ ലെഗ് പീസ് ആണ് എടുത്തിട്ടുള്ളത്. അത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. അതിന് ഉപ്പും കുരുമുളകും മഞ്ഞളും കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഒരു 2-3 വിസിൽ കേൾപ്പിച്ച് നല്ലപോലെ വെന്ത് വരും. എന്നിട്ട് വിസിലൊക്കെ പോയതിനു ശേഷം ചിക്കന്റെ ലെഗ് പീസ് എടുത്ത് അതിന്ന് ആ മാംസം ഇറുത്തെടുക്കണം. മാംസം മാത്രം മാറ്റിയെടുക്കണം. എന്നിട്ട് ഈ ലെഗിന്റെ ആ ബോൺ ഒരിക്കലും കളയരുത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ഫില്ലിങ് നിറയ്ക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് കളയരുത്. എന്നിട്ട് ആ മാംസം നമ്മൾ എടുത്തത് ഒരു മിക്സിയിലേക്ക് ഇടുക. അതിലേക്ക് കുറച്ച് സവോള, കുരുമുളക്, ചില്ലി ഫ്ലേക്സും ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണേ. അപ്പോഴത്തേക്കും ഇതുപോലെ ബൗളിലേക്ക് മാറ്റുക. ഇതേപോലെ തന്നെ പൊട്ടറ്റോയും കൂടെ വേവിച്ച് നമ്മൾ ഇതിലേക്ക് സ്മാഷ് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഒരു പൊട്ടറ്റോ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് ഇളക്കി കൈ വെച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാമേ. എല്ലായിടവും ഒരേപോലെ പൊട്ടറ്റോയും ചിക്കനും എല്ലാം എത്താൻ വേണ്ടിയിട്ടാണ് കൈവച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഇളക്കി ഇത് ബോള് പോലെ നമ്മളെ കയ്യിൽ ബോള് പോലെ ആക്കിയെടുക്കണം. എന്നിട്ട് നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കന്റെ ലെഗ് എടുത്തിട്ട് അതിലേക്ക് ഈ ഉരുട്ടി വെച്ചിരിക്കുന്നത് നമുക്ക് പിടിപ്പിച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ ഓരോന്നും പിടിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതേപോലെ ബാക്കിയുള്ളതും നമ്മൾ ലെഗ് എടുത്തിട്ട് കയ്യിൽ നമ്മൾ ഫില്ലിങ് എടുത്ത് ഇതുപോലെ പ്രസ് ചെയ്ത് തന്നെ നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നാലേ അത് ഇവിടെ പിടിച്ച് തന്നെ ഇരിക്കത്തുള്ളൂ കേട്ടോ. അപ്പൊ നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ ഉരുട്ടി 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 നമ്മൾ എല്ലാ സൈഡും ഒരേപോലെ ഒരു ചിക്കന്റെ ലെഗ് പോലെ ആക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ലെഗ് പീസ് ആക്കി വെച്ചേക്കുന്നത് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താൽ കുറച്ചുകൂടെ ഒന്ന് നല്ലതായിരിക്കുമേ. അപ്പോൾ ഒന്ന് സെറ്റായിരിക്കുമേ. അപ്പം പൊരിക്കുന്നതിന് മുന്നായിട്ട് ഇത് ഒന്ന് മൈദയിൽ നമ്മൾ കോട്ട് ചെയ്യുന്നുണ്ട്, ബ്രെഡ് ക്രംസിലും ഇടുന്നുണ്ട്. അപ്പോൾ മൈദയിൽ വെള്ളവും മൈദയും കൂടെ കലക്കി അതിൻ്റെ ഒരു ബാറ്റർ ആക്കി വെക്കണം. അതിലേക്ക് ഈ ചിക്കൻ ലെഗ് പീസ് ഒന്നിട്ട് മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിലിട്ട് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. മൈദയുടെ ഒരിതും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് എടുക്കണം. ഇതുപോലെ കോട്ട് ചെയ്ത് വെക്കണം. അതേപോലെ എല്ലാം ഇത് കണക്ക് ബ്രെഡ് ക്രംസിലിട്ട് നല്ലതുപോലെ ഉരുട്ടി നല്ല ഇതാക്കി എടുക്കണം. അപ്പം ഞാനിവിടെ ചിക്കൻ ലെഗ് പീസ് എല്ലാം മൈദ കോട്ട് ചെയ്ത് ബ്രെഡ് കോട്ടിങ് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്യാനുള്ളത് നോക്കാമേ. അപ്പോൾ അതിനായിട്ട് ഫ്രൈ ചെയ്യാനുള്ള പാത്രം അടുപ്പിൽ വെച്ച് ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓരോ ലെഗ് പീസ് ഓരോന്ന് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാമേ. എല്ലാ സൈഡും നല്ലതുപോലെ മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഇതിലേക്ക് വറുത്ത് നമുക്ക് കോരിയെടുക്കാവുന്നതാണ്. ഇതുപോലെ ബാക്കിയുള്ളതും വറുത്ത് നമുക്ക് എടുക്കാം. ഒരുപാടങ്ങ് ബ്രൗൺ കളർ ആവണ്ടേ, ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴേ നമ്മളിതൊന്ന് എടുക്കുന്നുണ്ട്. എന്നാലേ അതിന് ആ ടേസ്റ്റ് അതേപോലെ നിൽക്കുള്ളൂ. അത് കണക്ക് എല്ലാം നമ്മൾ വറുത്ത് കോരി ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഫില്ലിങ് വെച്ച് ചിക്കൻ ലെഗ് പീസ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പം ഇത് സോസിൻ്റെ കൂടെയോ മയണൈസിൻ്റെ കൂടെയോ നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ടൊമാറ്റോ സോസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കണേ. അത് എനിക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യണേ. ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ദിവസം വേറൊരു റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ ബൈ.